പ്രിയമുള്ള മുത്തുമുഅ്മിനീങ്ങളെ, ഇന്നത്തെ മജ്‌ലിസിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മളെ ആഗ്രഹങ്ങളൊക്കെ നിറവേറാൻ, നമ്മളെ പാപങ്ങളൊക്കെ പൊറുക്കാൻ, നല്ല ഒരു വീടുണ്ടാകാൻ, വീട്ടിൽ സമാധാനവും സന്തോഷം ഉണ്ടാകാൻ, നമ്മളെ ഭക്ഷണത്തിൽ വിശാലത ഉണ്ടാകാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച അത്ഭുതകരമായ ഒരു പ്രാർത്ഥനയാണ്. അതോടൊപ്പം തന്നെ നമ്മളെ ജീവിത വിജയത്തിന് വേണ്ടി മഹാന്മാര് പഠിപ്പിച്ച 4 കാര്യങ്ങളും നമുക്ക് പഠിക്കാം. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ ഇൻഷാ അല്ലാഹ്. ഈ ക്ലാസ് കേട്ടതിന് ശേഷം നമ്മളെ കുടുംബക്കാർക്ക്, ഫാമിലികൾക്ക്, നമ്മളെ കൂട്ടുകാർക്ക് ഉപകാരപ്പെടുന്ന ഒരു ക്ലാസ് ആണെങ്കിൽ അവർക്കൊക്കെ ഈ ക്ലാസ് ഷെയർ ചെയ്ത് കൊടുക്കാൻ പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. ദാറുൽ മുബീൻ മജ്‌ലിസ് കാണുന്ന പ്രിയമുള്ള മുത്തുമുഅ്മിനീങ്ങളെ, നിങ്ങളെ എല്ലാവരെയും നമ്മളെ മജ്‌ലിസിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. നമ്മളെ മുറാദുകൾ അള്ളാഹു ഹാസിലാക്കി കൊടുക്കട്ടെ. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. റഹ്മാനും റഹീമുമായ റബ്ബേ, അവരുടെ പാപങ്ങൾ നീ പൊറുക്കണേ അല്ലാഹ്. അവരെ മുറാദുകൾ നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാഹ്. അവരെ ഹാജത്തുകൾ നീ നിറവേറ്റി കൊടുക്കണേ റഹ്മാനെ. ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോയി, അവരെ ഖബർ നീ വിശാലമാക്കി കൊടുക്കണേ റഹ്മാനെ. ഇൻഷാ അല്ലാഹ് എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് നമ്മളെ ചാനലിൽ വിശാലമായ ദിക്ർ ദുആ മജ്‌ലിസ് നടക്കും. ഒരുപാട് ആളുകൾക്ക് സമാധാനം ലഭിക്കുന്ന, ഒരുപാട് ആളുകൾക്ക് സന്തോഷം ലഭിക്കുന്ന, ഒരുപാട് ആളുകൾ ടെൻഷൻ മാറുന്ന വളരെ പ്രധാനപ്പെട്ട ഫലമുള്ള ഒരു മജ്‌ലിസാണ്. കഴിയുന്ന ആളുകളൊക്കെ കഴിയുന്ന സമയത്ത് അതിൽ പങ്കെടുക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ ക്വസ്റ്റ്യൻ എല്ലാവരും ശരിക്ക് ശ്രദ്ധിക്കുക. പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസം വരികയാണല്ലോ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് തന്നെ ചോദ്യം ചോദിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മയുടെയും ഉപ്പയുടെയും പേരെന്താണ്? പല ആളുകൾക്കും ഇപ്പോഴും അത് അറിയില്ല. നമ്മളെ മജ്‌ലിസ് കാണുന്ന ആളുകൾക്കൊക്കെ അത് അറിയോ എന്നൊന്ന് നോക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മയുടെയും ഉപ്പയുടെയും പേരെന്താണ്? അറിയുന്ന ആളുകളൊക്കെ കമന്റിൽ എഴുതി വിടുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച അത്ഭുതകരമായ ഒരു പ്രാർത്ഥനയാണ്. ഈ പ്രാർത്ഥന നമ്മളെ ജീവിതത്തിൽ എല്ലാവരും പതിവാക്കണം. ഈ പ്രാർത്ഥന എല്ലാവരും കാണാതെ പഠിച്ച് കഴിയുന്ന സമയത്തൊക്കെ പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ലഭിക്കുന്ന ഒന്നാമത്തെ ഗുണം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മളെ ജീവിതത്തിൽ നമ്മളൊക്കെ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ചെയ്ത ആളുകളാണ്. അറിഞ്ഞുകൊണ്ട്, രഹസ്യമായി, മനഃപൂർവ്വമായി ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ചെയ്തിട്ടുണ്ട്. അറിയാതെയും നമ്മൾ തെറ്റുകുറ്റങ്ങൾ ചെയ്തിട്ടുണ്ട്. ആ പാപങ്ങൾ നാളെ റബ്ബിനോട് നമ്മൾ പറയാതെ രക്ഷപ്പെടാൻ കഴിയൂല. അതുകൊണ്ട് നമ്മളെ പാപങ്ങൾ പൊറുക്കുമെന്നുള്ളതാണ് ഈ ദിക്റിന്റെ ഒന്നാമത്തെ ഗുണം. നാം ചെയ്ത എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു മാപ്പ് നൽകുകയാണ്. രണ്ടാമത്തെ ഉപകാരം എന്ന് പറയുന്നത് നമ്മളെ വീട്ടിൽ സമാധാനം ഉണ്ടാവും. എത്രയോ ഉമ്മമാര് പറയുന്നുണ്ട്, എത്രയോ രക്ഷിതാക്കൾ, സഹോദരിമാര് പറയാറുണ്ട്, ഉസ്താദെ വീടൊക്കെ ഉണ്ട്, വീട്ടിൽ AC ഉണ്ട്, കാറും ഉണ്ട്, എല്ലാ സൗകര്യവും ഉണ്ട്, പക്ഷേ വീട്ടിൽ സമാധാനമില്ല, മകരുമക്കൾ തമ്മിൽ ഐക്യമില്ല, അമ്മായിമ്മയും മരുമക്കളും ഐക്യമില്ല, അമ്മോശനും മരുമക്കളും ഐക്യമില്ല, മക്കള് തന്നെ സ്വന്തമായി ഐക്യമില്ല, ഒരു സമാധാനമില്ല, വീട്ടിൽ ഒരു സ്വസ്ഥതയുമില്ല, ഒരു റാഹത്ത് വീട്ടിൽ ചെന്നാലില്ല, വീട്ടിൽ കയറിയാൽ ടെൻഷനാണ്, ടെൻഷനാണ്, ടെൻഷനാണ്. എന്നാൽ വീട്ടിൽ സമാധാനം വേണോ? വീട്ടിൽ ഐക്യം വേണോ? വീട്ടിൽ സന്തോഷം വേണോ? വീട്ടിൽ ശാന്തി വേണോ? ഈ പറയാൻ പോകുന്ന ദിക്ർ നിന്റെ ജീവിതത്തിൽ പതിവാക്കിക്കോ. ഈ പറയാൻ പോകുന്ന പ്രാർത്ഥന നിസ്കാരങ്ങൾക്ക് ശേഷം പ്രാർത്ഥിച്ചോ, തഹജ്ജുദ് നിസ്കാരത്തിന്റെ ശേഷം പ്രാർത്ഥിച്ചോ. ഉമ്മമാരെ, വീട്ടിൽ സമാധാനം ഉണ്ടാകും, വീട്ടിൽ ഐക്യം ഉണ്ടാകും, വീട്ടിൽ ഐശ്വര്യം ഉണ്ടാകും. മറ്റൊരു ഗുണം, ഉദ്ദേശിക്കപ്പെട്ട വീട് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുമെന്നുള്ളതാണ്. വീടുണ്ട്, പക്ഷെ അത് തികയുന്നില്ല, അവിടെ സ്ഥലമില്ല, സൗകര്യമില്ല. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല വിശാലമായ വീട് നമ്മൾക്ക് നൽകുകയാണ്. വീട് പണി തുടങ്ങിയവരെ അത് പൂർത്തിയാകാൻ വേണ്ടി നല്ല ആത്മാർത്ഥതയോടുകൂടെ ഈ പ്രാർത്ഥന പഠിച്ചു വെച്ച് ജീവിതത്തിൽ പകർത്തിക്കോ. അള്ളാഹു നിന്റെ വീട് പണിയിൽ എളുപ്പം നൽകും, വീട്ടിൽ ഐശ്വര്യം നൽകും, വീട്ടിൽ നല്ല സൗകര്യം അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുകയാണ്. അതുപോലെ മറ്റൊരു ഗുണം, നമ്മളെ ഭക്ഷണത്തിൽ വിശാലത ഉണ്ടാകും. മാത്രമല്ല വലിയ ബറക്കത്ത് അള്ളാഹു നൽകും. നമ്മളെ വരുമാനത്തിൽ ബറക്കത്ത്, വീട്ടിൽ ബറക്കത്ത്, ജോലിയിൽ ബറക്കത്ത്, ആരോഗ്യത്തിൽ ബറക്കത്ത്, ദാമ്പത്യ ജീവിതത്തിൽ ബറക്കത്ത്, മക്കളിൽ ബറക്കത്ത്, എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന അത്ഭുതകരമായ ഒരു പ്രാർത്ഥന നാം പറയാൻ പോവുകയാണ്. എല്ലാവരും സ്ക്രീനിലേക്ക് നോക്കുക.
അല്ലാഹുമ്മ ഗ്ഫിർ ലീ ദംബി വവസ്സി ലീ ഫീ ദാരി വബാരിക് ഫീ റിസ്ഖി. പല ആളുകളും ഇങ്ങനെ ചിന്തിക്കണ്ടാവും, ഉസ്താദിന് ആദ്യം തന്നെ ആ പ്രാർത്ഥന അങ്ങ് പറഞ്ഞാൽ മതിയായിരുന്നല്ലോ എന്ന് ചിന്തിക്കുന്നില്ലേ? പല ആളുകളും പല സമയത്തായി അങ്ങനെ കമന്റുകൾ എഴുതി വിടാറുണ്ട്. ഞാൻ ആ ദിക്റിന്റെ ആ പ്രാർത്ഥനയുടെ മഹത്വം നിങ്ങളെ ഖൽബിൽ ഉൾക്കൊള്ളാൻ വേണ്ടിയാണ് ഞാൻ ഒരുപാട് വിശദീകരിച്ചത്. അങ്ങനെ വിശദീകരിച്ചതിന് ശേഷം ആ പ്രാർത്ഥന നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾക്കത് വീണ്ടും വീണ്ടും ചെല്ലാനുള്ള, വീണ്ടും വീണ്ടും കേൾക്കാനുള്ള ഒരു താല്പര്യം ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ ആവർത്തിച്ച് അതിന്റെ മഹത്വങ്ങൾ നിങ്ങൾ ഓർമ്മപ്പെടുത്തിയത്. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ഏതാണ് ആ പ്രാർത്ഥന? എന്റെ കൂടെ എല്ലാവരും ചൊല്ലൂ. അല്ലാഹുമ്മ ഗ്ഫിർ ലീ ദംബി വവസ്സി ലീ ഫീ ദാരി വബാരിക് ഫീ റിസ്ഖി. ഒന്നുകൂടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലീ ദംബി വവസ്സി ലീ ഫീ ദാരി വബാരിക് ഫീ റിസ്ഖി. ഈ മജ്ലിസിൽ തന്നെ പഠിക്കൂ. അല്ലാഹുമ്മ ഗ്ഫിർ ലീ ദംബി വവസ്സി ലീ ഫീ ദാരി വബാരിക് ഫീ റിസ്ഖി. അല്ലാഹുമ്മ ഗ്ഫിർ ലീ ദംബി വവസ്സി ലീ ഫീ ദാരി വബാരിക് ഫീ റിസ്ഖി. അല്ലാഹുമ്മ ഗ്ഫിർ ലീ ദംബി വവസ്സി ലീ ഫീ ദാരി വബാരിക് ഫീ റിസ്ഖി. ജീവിതത്തിൽ വലിയ ബറക്കത്ത് ഉണ്ടാകും. അല്ലാഹു പതിവാക്കാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. പ്രിയമുള്ളവരെ, നമ്മളെ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാകാൻ, സമാധാനം ഉണ്ടാകാൻ, ടെൻഷനൊക്കെ മാറാൻ 4 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഈ പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കണം, അതോടൊപ്പം തന്നെ 4 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ സമാധാനം ഉണ്ടാവൂല, ഒരു സന്തോഷം ഉണ്ടാവൂല. ഒന്നാമത്തെ കാര്യം, അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയതോട് തൃപ്തിപ്പെടുക എന്നുള്ളതാണ്. അള്ളാഹു നമ്മൾക്ക് കണക്കാക്കിയത് അള്ളാഹു നമ്മൾക്ക് നൽകും. ആ നൽകിയതിൽ തൃപ്തിപ്പെട്ടു കഴിഞ്ഞാൽ, അള്ളാഹു തന്നതിൽ തൃപ്തിപ്പെട്ടു കഴിഞ്ഞാൽ നല്ല റാഹത്തോടുകൂടെ ടെൻഷൻ ഇല്ലാതെ സന്തോഷത്തോടുകൂടെ ജീവിക്കാം എന്നാണ് മഹാന്മാർ അവരെ കിതാബുകൾ രേഖപ്പെടുത്തുന്നത്. അല്ലാതെ മറ്റാൾക്ക് അള്ളാഹു എന്താ കൊടുത്തത്, അല്ലെങ്കിൽ അവനിക്ക് എന്താണ് അള്ളാഹു കൊടുത്തത്, എനിക്കെന്താ തരാത്തത്, ഇങ്ങനെ ചിന്തിക്കുക അല്ല വേണ്ടത്. എനിക്ക് അവകാശപ്പെട്ടത്, എനിക്ക് അർഹതപ്പെട്ടത് എന്റെ റബ്ബ് തന്നിട്ടുണ്ട്, അൽഹംദുലില്ലാഹ്. അതുകൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിച്ചാൽ സമാധാനം ഉണ്ടാകും, ടെൻഷൻ ഉണ്ടാകൂല, സന്തോഷം ഉണ്ടാകും. രണ്ടാമത്തെ കാര്യം, വമൻ ഹദമ ശഹവാത് അസ്സ ഫിദ് ദുനിയാ വൽ ആഖിറ. നമ്മൾക്ക് ഒരുപാട് വിചാരങ്ങൾ ഉണ്ടാവും. ചിലപ്പോൾ കള്ളു കുടിക്കാൻ തോന്നും, വ്യഭിചരിക്കാൻ തോന്നും, ഹറാമായ കാര്യങ്ങളൊക്കെ ചെയ്യാൻ തോന്നും. അതൊക്കെ കടിച്ചു പിടിക്കണം, അതിനൊക്കെ പൊളിച്ചു കളയണം. അങ്ങനെ നമ്മളുടെ വിചാരങ്ങളെ നമ്മൾ പൊളിച്ചു കളഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ദുനിയാവിലും ആഖിറത്തിലും വലിയ പവർ അള്ളാഹുവിന്റെ അടുക്കലുണ്ടാകും. നമുക്ക് തോന്നിയ പോലെ ജീവിക്കാൻ പറ്റൂല. അള്ളാഹു എന്താണ് പറഞ്ഞത്, അള്ളാഹു ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് ചെയ്യരുത്. ചെയ്യാൻ ആഗ്രഹമൊക്കെ ഉണ്ടാവും, നമ്മളെ വിചാരങ്ങൾ അതിന് തോന്നിപ്പിക്കും, നമ്മളെ മനസ്സതിന് തോന്നിപ്പിക്കും. പക്ഷെ അത് ചെയ്യരുത്, അതിൽ നിന്ന് വിട്ടു നിൽക്കണം. എന്നാൽ ഈ ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹുവിന്റെ അടുക്കൽ വലിയ പവർ ഉണ്ടാകും, വലിയ സ്ഥാനമുണ്ടാകും, വലിയ യോഗ്യത നമ്മൾക്കുണ്ടാകും. അല്ലെങ്കിൽ അള്ളാഹിന്റെ അടുക്കൽ ഒരു സ്ഥാനം നമ്മൾക്ക് ഉണ്ടാവില്ല. നമ്മൾ തോന്നിയ പോലെ ജീവിക്കുകയാണെങ്കിൽ അള്ളാഹു നമ്മളെ മെയിൻ ചെയ്യൂല. അള്ളാഹുവിന്റെ അടുക്കൽ നമുക്കൊരു സ്ഥാനം ഉണ്ടാവില്ല, ഒരു വില ഉണ്ടാവില്ല, ദുനിയാവിലും ഉണ്ടാവില്ല, ആളുകളുടെ അടുക്കൽ ഉണ്ടാവൂല, കുടുംബക്കാരുടെ ഇടയിൽ ഉണ്ടാവൂല, നാട്ടുകാരുടെ അടുക്കൽ ഉണ്ടാവൂല, അള്ളാന്റെ അടുക്കൽ ഉണ്ടാവൂല, ആഖിറത്തിൽ ഉണ്ടാവൂല. എന്നാൽ അള്ള പറഞ്ഞതുപോലെ നമ്മൾ ജീവിച്ചാൽ, വേണ്ടാത്ത കാര്യങ്ങളൊക്കെ വിട്ടുനിന്നാൽ, ആളുകളുടെ ദുനിയാവിൽ നമ്മൾക്ക് പവറാണ്, ആഖിറത്തിൽ നമ്മൾക്ക് പവർ ഉണ്ടാവും. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. മൂന്നാമത്തെ കാര്യം, മൻ തഫറദ അനിന്നാസ് നജാ ഫിദ് ദുനിയാ വൽ ആഖിറ. ജനങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുക. അതിന്റെ അർത്ഥം കുടുംബ ബന്ധം പുലർത്തണ്ട, കൂട്ടുകാരുമായി പള്ളിയിലേക്ക് പോകണ്ട, കളിതമാശകൾ പറയണ്ട എന്നല്ല. അനാവശ്യമായ കാര്യങ്ങൾ ജനങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുക. ഒരുപാട് ആളുകൾ ഒരുമിച്ച് കൂടുമ്പോഴാണ് മറ്റുള്ളവരെ കുറ്റം പറയുക, നുണ പറയുക, ഗീബത്ത് പറയുക, നമീമത്ത് പറയുക, അനാവശ്യങ്ങൾ പറയുക. അത്തരം കാര്യങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ജനങ്ങളിൽ നിന്ന് വിട്ടു നിന്ന് കഴിഞ്ഞാൽ നജാ ഫിദ് ദുനിയാ വൽ ആഖിറ, ഈ ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് വിജയിക്കാൻ കഴിയും, സ്വർഗം ലഭിക്കും, നരകത്തിന് തൊട്ട് കാവലുണ്ടാകും, ഈമാനോടുകൂടെ മരിക്കാനുള്ള ഭാഗ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. നാലാമത്തെ കാര്യം, മൻ ഹഫിള ലിസാനക സലിമ ഫിദ് ദുനിയാ വൽ ആഖിറ. നമ്മളെ ശരീരത്തിൽ ഏറ്റവും സൂക്ഷിക്കേണ്ട ഒരു അവയവമാണ് നാവ്. നാവിന് എല്ലില്ലെങ്കിലും നാവിന് ഒരാളെ കൊല്ലാൻ കഴിവുണ്ട് എന്നുള്ളതാണ്. ഒരാളെ കൊല്ലാൻ വരെ കഴിവ്
നാവിനുണ്ട്. അപ്പൊ നാവിനെ സൂക്ഷിക്കുക. ഹറാമായ കാര്യത്തിൽ നിന്ന് നുണ പറയരുത്, ഹറാമായ കാര്യങ്ങൾ സംസാരിക്കരുത്, വാണ്ടാത്ത സംസാരങ്ങൾ ഉണ്ടാവരുത്, അശ്ലീല സംസാരങ്ങൾ ഉണ്ടാവരുത്, ഗീബത്ത് നമീമത്ത് പറയരുത്. നാവ് എന്തിനാണ്? ദിക്റ് ചെല്ലാന്, സ്വലാത്ത് ചെല്ലാന്. റസൂലുള്ളാഹിന്റെ മാസം വരികയാണ്, റബീഉൽ അവ്വൽ വരികയാണ്, ധാരാളം സ്വലാത്ത് ചെല്ലേണ്ട മാസമാണ്. അപ്പൊ നാവിനെ നമ്മൾ സൂക്ഷിക്കുക, ഖുർആൻ ഓതുക, ദിക്റ് ചെല്ലുക, നല്ല കാര്യങ്ങൾ പറയുക, നല്ല കാര്യങ്ങൾ സംസാരിക്കുക. വേണ്ടാത്ത കാര്യങ്ങൾ നമ്മളെ നാവ് കൊണ്ട് സംസാരിക്കാൻ പാടില്ല. അങ്ങനെ നാവിനെ നമ്മൾ സൂക്ഷിച്ചു കഴിഞ്ഞാൽ സലിമ ഫിദ് ദുനിയാ വൽ ആഖിറ, ദുനിയാവിലും ആഖിറത്തിലും നമ്മൾ രക്ഷപ്പെട്ടു. പിന്നെ നമ്മൾ ഒന്നിനെയും ഭയക്കേണ്ടതില്ല, രക്ഷപ്പെടുന്ന പറഞ്ഞത്. നാവിനെ സൂക്ഷിച്ചാൽ ദുനിയാവിലും ആഖിറത്തിലും നമ്മൾ രക്ഷപ്പെടും. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അപ്പൊ ആ പറഞ്ഞ പ്രാർത്ഥന ജീവിതത്തിൽ പതിവാക്കുകയും ഈ 4 കാര്യങ്ങൾ ജീവിതത്തിൽ ശ്രദ്ധിക്കുകയും ചെയ്യുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹുവെ, ഞങ്ങൾ എല്ലാ പ്രയാസങ്ങളും നീ അകറ്റി കൊടുക്കണേ റഹ്മാനെ. ഞങ്ങളെ ബുദ്ധിമുട്ടുകൾ നീ അകറ്റി തരണേ അല്ലാ. സമാധാനം നൽകണേ അല്ലാ. നല്ല വീട് നൽകണേ അല്ലാ. ജോലി ഇല്ലാത്തവർക്ക് നല്ല ജോലി കൊടുക്കല്ല. വിവാഹപ്രായമെത്തിയ മക്കൾക്ക് അനുയോജ്യമായ ഇണകളെ നൽകണേ അല്ലാ. മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കല്ല. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണേ അല്ലാ. ഇനിയും ഒരുപാട് ഉദ്ദേശങ്ങളുള്ള ആളുകളുണ്ട്. അവരുടെ ഉദ്ദേശങ്ങളൊക്കെ നീ പൂർത്തീകരിക്കണേ റഹ്മാനെ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا واياهم بمغفرتك يا ارحم الراحمين يا ارحم الراحمين. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. السلام عليكم ورحمة الله وبركاته.